ഫേസ്ബുക്കിൽ വന്ന ഒരു ലേറ്റസ്റ്റ് മോണിറ്റൈസേഷൻ ഫീച്ചറാണ് പാർട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ളത്. ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡ് കൂടിയാണ് ഈ ഒരു ഫേസ്ബുക്ക് പാർട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ളത്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം, ഓൾറെഡി അറിയാം, നമുക്ക് ആഡ്സ് ഓൺ റീൽസ് ഉണ്ട്, അതുപോലെ തന്നെ ബോണസ് എന്നുള്ളൊരു മോണിറ്റൈസേഷൻ ഫീച്ചർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഫേസ്ബുക്കിലുണ്ട്. പക്ഷേ ഈ ഒരു പാർട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ ഇതിന്ന് ക്യാഷ് ഏൺ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയാമല്ലോ, ഏകദേശം നമുക്കറിയാം എങ്ങനെയാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് മേലെ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുണ്ടാവും. ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈറ്റ്സിലേക്ക് പോകും. ഇൻസൈറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ മോണിറ്റൈസേഷൻ ഫീച്ചർ ഉണ്ട്. സോ അതിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാർസ് എന്നും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ള ഈ 2 ഓപ്ഷൻ ഉണ്ടാവും. ഇതാണ് പാർട്ണർഷിപ്പ് ആഡ്സ്. നിങ്ങൾക്ക് എനേബിൾ ആയിട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പാർട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇതും കൂടെ അറിഞ്ഞിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതെന്താണ് പാർട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ളത് ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പാർട്ണർഷിപ്പ് ആഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിയേറ്റേഴ്സ്, അതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ വലിയ വലിയ ബ്രാൻഡ്സൊക്കെ അവരുടെ ആ ഒരു ഓഡിയൻസിനെ കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക്, അല്ലെങ്കിൽ പുതിയ ആളുകളിലേക്ക് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് റീച്ച് ആവാൻ വേണ്ടി കൊളാബ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് പാർട്ണർഷിപ്പ് ആഡ് എന്നുള്ളത്. ഇതിന്ന് നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാമെന്നല്ലേ. അതായത് ഇപ്പോൾ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ നിങ്ങൾ കൊളാബ് ചെയ്യാൻ വേണ്ടി ഈ ഒരു റിക്വസ്റ്റ്, അതായത് പാർട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ള ഈ ഒരു ഫീച്ചർ നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ഈ പാർട്ണർഷിപ്പ് ആഡ്സ് എന്നുള്ള ഈ ഒരു ഫീച്ചറിൽ റിക്വസ്റ്റ് വന്ന് കിടക്കും. സോ ആ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്യുന്ന ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് കൊളാബ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാം. അതിലൂടെ നിങ്ങളുടെ ഓഡിയൻസിലേക്ക് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ വീഡിയോ കൂടെ റീച്ച് ആവും. സോ അതിലൂടെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ അവർ തരുന്ന ഓഫറാണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് തരുന്ന ഓഫർ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ തരുന്ന ഓഫറിലൂടെയാണ് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ കസ്റ്റമറാണ്, അതായത് കൊളാബ് ചെയ്യുന്ന ബ്രാൻഡ്സ് നിങ്ങളുടെ കസ്റ്റമറായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഡീലിലൂടെയാണ് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാർട്ണർഷിപ്പ് ആഡ്സ് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഇനി ചെക്ക് ചെയ്ത് നോക്കുക, അങ്ങനെ ആ ഒരു എലിജിബിൾ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു മോണിറ്റൈസേഷൻ ഫീച്ചർ എലിജിബിൾ ആയിട്ടോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.